നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 69. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മപ്രതിമയിഴും കരണപ്രവീണനാളും രതിരഥമേറിയ അഹന്ത രമ്യരൂപം പ്രതിപുറമേ പെരുമാറിടുന്നജസ്രം. ഇമ്പമുള്ള ശബ്ദം കേട്ടാൽ മനസ്സു തനിയെ അതിലേക്ക് ഒഴുകിപ്പോകും. ശ്രുതിയാണ് സംഗീതത്തിൻ്റെ ഊടും പാവുമായിരിക്കുന്ന നാദതരംഗങ്ങൾ. ആകാശത്തിൻ്റെ ധർമ്മമാണ് നാദം എന്ന് പ്രസിദ്ധമാണ്. ആകാശം ഒരു വസ്തുവല്ലെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. അല്ലായിരിക്കാം. മണ്ണും വെള്ളവും തീയും കാറ്റും നാം ദിവസവും കണ്ടറിയുന്നത് പോലെ ആകാശത്തെയും അറിയുന്നുണ്ട്. അത് വസ്തുവല്ലെങ്കിൽ പിന്നെ അറിവായിരിക്കും. ഏതായാലും വസ്തുവെന്നോ അറിവെന്നോ ഒപ്പം പറയാവുന്ന ആകാശത്തു നിന്നും തുടങ്ങുന്നത് നല്ലതാണ്. അതീവ സൂക്ഷ്മമായതിൽ നിന്നും സ്ഥൂലം വരെ വിസ്തൃതമായി കിടക്കുന്ന പ്രപഞ്ചത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങുന്നതിന് അവിടെ നിന്ന് തുടങ്ങുന്നത് നല്ലതു തന്നെ. ആകാശം എന്ന് പറയുന്നത് ഒന്നുമല്ലെന്ന് പറഞ്ഞാലും എല്ലാ വസ്തുക്കളും വിദ്യുത് കാന്ത ക്ഷേത്രത്തിൽ നിവസിക്കുന്ന കരുക്കളാണ്. ആ ക്ഷേത്രത്തെ ആരും കണ്ണുകൊണ്ട് കാണുന്നില്ല. പൊതുവെ ആകാശം എന്ന് വ്യവഹരിക്കുന്നു. ശ്രുതിയെ ഇവിടെ കുതിരയോട് ഉപമിച്ചിരിക്കുന്നു. ഈ ശരീരം ഒരു രഥമാണെങ്കിൽ അതിൽ കെട്ടിയിരിക്കുന്ന കുതിരകളാണ് ശബ്ദം, രൂപം, രസം, സ്പർശം, ഗന്ധം മുതലായവ. കുതിരയെ പറ്റിയുള്ള പരാമർശത്തിൽ 2 സ്വാരസ്യങ്ങൾ അടങ്ങിയിരിക്കുന്നു. കുതിര അതിനെ തളച്ചിരിക്കുന്ന വണ്ടിയെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതിൽ നിന്നും ഇന്ദ്രിയങ്ങൾ എപ്പോഴും വിഷയങ്ങളെ ലക്ഷ്യമാക്കി ചരിക്കുന്നതാണെന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. യന്ത്രങ്ങളുടെ ശക്തിയെ നാം അളക്കുന്നത് കുതിര ശക്തിയായിട്ടാണ്. എല്ലാ സംവേദനങ്ങളിലും ശക്തി ഉദ്ദീപിക്കപ്പെടുകയും വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. ഊർജത്തെ ഉണർത്താനും വികിരണം ചെയ്യാനും വിനിയോഗിക്കാനും ഇന്ദ്രിയങ്ങൾ സമർത്ഥങ്ങളാണെന്ന് ഇവിടുത്തെ തുരകപ്രയോഗത്തിൽ നിന്നും നാം മനസ്സിലാക്കണം. ഇവിടെ ശ്രുതിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് 8ാമത്തെ ശ്ലോകത്തിൽ ഒളി മുതലാം പഴമഞ്ചുമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് പോലെയാണ്. കാതിൻ്റെ രസം പോലെ അനുഭൂതി നൽകുന്നതാണ് കണ്ണിന് ഇമ്പമായിരിക്കുന്ന സുന്ദര രൂപങ്ങളും കാന്തിപ്രസരവും. ഈ കുതിരകളെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും നിയുക്തനായിരിക്കുന്നത് അഹന്തയാണ്. അഹന്തയുടെ വേറൊരു മുഖമാണ് മമത, എൻ്റേത് എന്നുള്ള വിചാരം. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു എന്നുള്ള അനുഭവത്തോടൊപ്പം എനിക്ക് ഈ കാഴ്ച രസകരമായിരിക്കുന്നു, ഈ സംഗീതം എനിക്ക് അത്യന്തം ആഹ്ലാദം നൽകുന്നു എന്നെല്ലാം നാം പറയാറുണ്ട്. എന്നിരുന്നാലും അഹന്തയെ അല്ല ഇവിടെ തേരിലിരിക്കുന്ന നാഥനായി പറഞ്ഞിരിക്കുന്നത്. അഹന്ത അന്ധക്കരണത്തിലെ ഒരു ഇനം മാത്രമേ ആകുന്നുള്ളൂ. ഗുരു ഇവിടെ രഥത്തിൻ്റെ നായകനെ കരണപ്രവീണനെന്ന് വിളിക്കുകയും ആ കരണപ്രവീണൻ ആത്മപ്രതിമയാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തുകൊണ്ടാണ് രതിരഥത്തിൽ വർത്തിക്കുന്നത് ആത്മാവാണെന്ന് പറയാതിരുന്നത്? ഇന്ദ്രിയ വിഷയങ്ങളെയും സങ്കല്പങ്ങളെയും ജീവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് വാസ്തവമായിട്ടല്ല, പ്രാതിഭാസികമായിട്ടാണ്. പ്രതിഭാസത്തെ സത്യമെന്ന പോലെ എപ്പോഴും കണ്ട് അവയോട് ബന്ധപ്പെട്ട പ്രിയാപ്രിയങ്ങളിൽ അഭിമാനിക്കുന്നതായ അറിവ് ഛായാത്മാവ് മാത്രമാണ്. ഈ രഥത്തെ
എന്തുകൊണ്ടാണ് രതിരഥം എന്ന് പറഞ്ഞിരിക്കുന്നത്? മാതാപിതാക്കന്മാർക്ക് പരസ്പരം തോന്നുന്ന കാമത്തിൽ അവർ ഇണചേരുന്നു. അവരുടെ രതിരസത്തിൽ നിന്നാണ് ബീജസങ്കലനം നടക്കുന്നത്. ഔരസമായ ഈ ശക്തിയുടെ അനേക പരിണാമ ദശകളുടെ ഒരു നീണ്ട കഥയാണ് ഓരോ ജീവിയുടെയും ശാരീരികമായ ചേഷ്ടയും മാനസികമായ വികാര വിചാരാദികളും എപ്പോഴും വെളിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ആത്മാവിൻ്റെ ഏകതയും അനന്യതയും ബോധ്യമാകുന്നതുവരെ ഏവരും സോപാധികമായ സുഖാസ്വാദനത്തിനായി വിരയുന്നതായി കാണുന്നത് രതിരഥത്തെ ഉദാഹരിക്കുന്നു. ഛായാത്മാവിൻ്റെ അവിവേകം കൊണ്ടുണ്ടാകുന്ന ഭ്രമബുദ്ധിയെ ഏറ്റെടുത്ത് വിഷയങ്ങളുടെ പിന്നാലെ അലയുന്നത് അഹന്തയാണ്. ആത്മാവിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. എന്നാലും ശരീരബോധമുള്ളവന് അകവും പുറവുമുണ്ട്. വിഷയങ്ങളെല്ലാം പുറത്താണ്. അവയെ വശംവദമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി അഹന്ത ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുടെ പിന്നാലെ അലയുവാൻ എപ്പോഴും അഴിച്ചു വിട്ടുകൊണ്ട് തന്നെയിരിക്കുന്നു.